എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് 1.4 ഇൻട്രൊഡക്ഷൻ നോക്കിയിരുന്നു അല്ലേ? അതിൽ പറഞ്ഞത് എന്തായിരുന്നു? റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ. ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് എക്സസൈസ് 1.4 സൊല്യൂഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്തു തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള സിലബസും CBSE എടുക്കുന്നതുകൊണ്ട് പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് CBSEയുടെ ക്ലാസ് പ്രത്യേകം കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സസൈസ് 1.4 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ കുറച്ച് റാഷണൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ റാഷണൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാതെ, ഡിവിഷൻ പ്രോസസ്സസ് ചെയ്യാതെ, അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്നാണ് ചോദ്യം അല്ലേ? ഇവിടെ ഒരു റാഷണൽ നമ്പർ തന്നിട്ടുണ്ട്. അവിടെ വിത്തൗട്ട് പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ, ഡിവൈഡ് ചെയ്ത് നോക്കാതെ പറയണം എന്താണ് ടെർമിനേറ്റിംഗ് ആണോ അഥവാ അല്ലെങ്കിൽ എന്താണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഒരു തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? തിയറം എന്തായിരുന്നു? നമ്മളൊരു റാഷണൽ നമ്പർ P/Q, റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ഒന്ന് ടെർമിനേറ്റ് ചെയ്യും അല്ലേ, ടെർമിനേറ്റിംഗ് ആണ്. രണ്ടാമത്തെ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗുമാണ്, റിപ്പീറ്റിംഗുമാണ് അല്ലേ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഈ ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഒക്കെ എങ്ങനെ വരുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ടെർമിനേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ? ഇവിടെ ഡിവിഷൻ ചെയ്യാതെ നമുക്ക് ഇത് രണ്ടും പറയണം. അപ്പോൾ നോക്കിയേ, ഈ ഡിവിഷൻ ചെയ്യാതെ ഈ നമ്പർ ഇതിൽ ഏതിൽ വരും എന്നറിയാൻ വേണ്ടി നമ്മളൊരു തിയറം പഠിച്ചിരുന്നു. തിയറം എന്തായിരുന്നു? P/Q എന്ന റാഷണൽ നമ്പറിന്റെ Q, അതായത് ഡിനോമിനേറ്ററിനെ 2n 5m എന്ന ഫോമിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഇത് ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഈ ഒരു ഫോമിലേക്ക് ഡിനോമിനേറ്ററിനെ എഴുതാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നല്ല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് നോക്കുക തിയറം. അപ്പം അത് വെച്ച് നമുക്കിത് നോക്കാം. ജസ്റ്റ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണോ? വേണ്ട, ജസ്റ്റ് അത് ഇത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഇത് ചെയ്തിരുന്നത്? നോക്കിക്കേ, ക്യൂവിനെ അതായത് ഡിനോമിനേറ്ററിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താണ്? 3125 അല്ലെ, 3125. അപ്പോൾ ഇതിനെ ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റുമോ ചോദിക്കുമ്പോൾ 2ഉം 5ഉം എന്താണ്? രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. നോക്കിക്കേ, n ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ? അപ്പൊ എത്ര കിട്ടും? 6, 30, 2, 10, 5. ഓക്കെ, ഇങ്ങനെ കിട്ടും. അടുത്ത 5 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5, 2, 5. ഓക്കെ, 5 കൊണ്ട് ചെയ്യുമ്പോൾ 2, 5. 5 കൊണ്ട് ചെയ്യുമ്പോൾ 5 × 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ ഏത് ഫോമിലേക്ക് മാറ്റി? 5 2 3 4 5 5 എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റി. പക്ഷെ ഇവിടെ നോക്കിക്കേ, Q ഏത് ഫോമിലാണെങ്കിലാണ് നമുക്ക് ടെർമിനേറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നത്? Qവിനെ 2n × 5m ഫോമിൽ എഴുതണം. ഇവിടെ 5 ഉണ്ട്, പക്ഷെ 2 മിസ്സിംഗ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി 2 കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ 2⁻0 കൊടുത്താൽ എന്താണ്? 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ? അപ്പോൾ 2⁻0 1 അല്ലേ? 5⁵ × 1 എന്ന് പറഞ്ഞാൽ 5⁵ തന്നെ. അപ്പൊ 1ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2⁻0. അപ്പൊ നോക്കിക്കേ, ഡിനോമിനേറ്റർ 2ന്റെയും 5ന്റെയും ആ ഒരു ടേമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 2n ഇത് തിരിച്ചും ഇടാമല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 3 / 2⁻0 × 5⁵ അല്ലേ? അപ്പോൾ 3 / 2n × 5m
എന്ന രീതിയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റി. അതുകൊണ്ട് ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ആണ് അല്ലേ? ഇതിന്റെ വാല്യൂ കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പൊ വാല്യൂ കാണണോ? വേണ്ട. വാല്യൂ കാണാൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5/5 അല്ലേ നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോ കിട്ടിയത്. അപ്പൊ 2 എന്ത് ചെയ്യണം? ഈ സെയിം 5 കൊണ്ട് തന്നെ ഇവിടെ 3 ഡിവൈഡ് ബൈ 2/5 ഇൻറ്റു 5/5. അപ്പൊ താഴെ മാത്രം എഴുതുമ്പോൾ വാല്യൂ മൊത്തത്തിൽ ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് എന്താണോ ഇവിടെ ചേഞ്ച് വരുത്തിയത് അത് ന്യൂമിനേറ്ററിലും ചെയ്യണം അല്ലേ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കണ്ട, അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. ജസ്റ്റ് എന്താ 5/5ന്റെ കൂടെ ഈ ഒരു ടേം 2 മിസ്സിങ് ആയതുകൊണ്ട് 2വിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് 2/0 എന്ന് എഴുതിയാൽ മതി. അത് ടെർമിനേറ്റിംഗ് ആണ്. ഇനി അടുത്ത നോക്കിക്കേ, 17/8 അല്ലേ? 17/8 എന്ന് പറയുമ്പോൾ 8 എന്താണ്? 2 നമ്മൾ 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 4 2 2 2/3 അല്ലേ 8 എന്ന് പറയുന്നത്. അപ്പൊ 2/3 നോക്കിക്കേ. അപ്പോൾ ഈ തിയറത്തില് 2ഉം 5ഉം വരണം, രണ്ടിന്റെയും കൂടെ പെയറാണ് അല്ലേ? പക്ഷെ 2 മാത്രമേ ഉള്ളൂ. ഇപ്പൊ 5നെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു 5/0 കൊടുത്താൽ പോരെ? 5/0 എന്ന് പറഞ്ഞ എന്താണ്? 1 അല്ലേ? 5 അപ്പൊ 2/3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 2/3 തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് 2n ഇൻറ്റു 5m. എന്നും എമ്മും എന്താണ്? ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് ആണ് അല്ലേ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 1 2 3 എക്സെട്ര. അപ്പൊ ആ ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റി. അതുകൊണ്ട് 17/8 എന്താണ്? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അല്ലേ? ഞാൻ വാല്യൂ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ 5/0 എന്ന് എടുക്കുവോ? ഇല്ല. നമ്മൾ ജസ്റ്റ് ഇത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 2/3 കിട്ടി. അതുകൊണ്ട് ഇതിനെ 2ഉം 5ന്റെയും ടൈമിൽ കൊണ്ടുവരാൻ വേണ്ടി 5/0 എന്ന് ഇട്ടാൽ മതി. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നെങ്കിൽ 5 അല്ലേ മിസ്സിങ്? 5 എഴുതിയിട്ട് ഇതിന്റെ പവർ എന്താണോ അത് ഇവിടെ തന്നെ എഴുതണം. ഇവിടെ താഴെ നമ്മൾ എന്താണോ ചേഞ്ച് ചെയ്തത്, ഇത്രയല്ലേ ഉള്ളായിരുന്നു, ഇവിടെ എന്താണോ എഴുതിയത് അത് മേളിലും ചെയ്യുക. അപ്പോൾ 2 × 5 10⁻³ എന്ന് ഡിനോമിനേറ്റർ വരും. ഇതെല്ലാം കൂടെ ചെയ്യുക. 10⁻³ എന്ന് പറയുമ്പോൾ 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? 3 സീറോസ് ഉണ്ട്. അപ്പം 3 സീറോസ് ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് ചെയ്യുക. ഓക്കെ. അപ്പം നമുക്ക് അതൊന്നും വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ല. ടെർമിനേറ്റിംഗ് ആണോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ 2ഉം 5ന്റെയും ടൈമിൽ കൊണ്ടുവന്നതുകൊണ്ട് അല്ലേ 2n ഇൻറ്റു 5m എന്ന ഫോമിലായതുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനാ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 64 ഡിവൈഡഡ് ബൈ 455 അല്ലേ? അത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആ ഫോമിലാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ p/q എന്ന് എഴുതുവാണെങ്കിൽ q ഏത് ഫോമിൽ കൊണ്ടുവരണം? 2n 5m എന്ന ഫോമിൽ കൊണ്ടുവരണം അല്ലേ? 2ഉം 5ഉം പ്രൈം നമ്പേഴ്സ് ആവുന്നത് നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നു. 455നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? n ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 45 1 അല്ലേ? ഇനി 91നെ ഏത് പ്രൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? n ഡിജിറ്റ് 1 ആയതുകൊണ്ട് 2 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് പറ്റുമോ? 2 ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 9 + 1 10 ആണ്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 3 കൊണ്ട് പറ്റത്തില്ല. ഇനി അടുത്ത പ്രൈം നമ്പർ ഏതാ? 5. n ഡിജിറ്റ് 5 ആണോ? അല്ല. അതുകൊണ്ട് 5 കൊണ്ട് പറ്റത്തില്ല. ഇനി 7 കൊണ്ട് നോക്കാം. 7 കൊണ്ടാകുമ്പോൾ 1 7 21 3 13 എന്ന് കിട്ടും അല്ലേ? 7 കൊണ്ട് പറ്റും. അപ്പൊ 13 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ആ സെയിം പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്ത് 64 ഡിവൈഡഡ് ബൈ 5/1 ഇൻറ്റു 7/1 ഇൻറ്റു 13/1 എന്ന ഫോമിൽ എഴുതി. പക്ഷെ q നമുക്ക് 2n ഇൻറ്റു 5l. ഇവിടെ 5 ഉണ്ട്, 2 മിസ്സിങ് ആണ്. പക്ഷെ നമുക്ക് 2/0 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ? 2/0 എന്താണ്? 1 ആണ്. പക്ഷെ 2n ഇൻറ്റു 5m എന്ന് മാത്രമുള്ള ഫോമിൽ മാത്രമാണ് ഇവിടെ കിടക്കുന്നത്. അല്ല, അതിനൂടെ എക്സ്ട്രാ വേറെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, 7ഉം 13ഉം അല്ലേ? അതുകൊണ്ട് ഇത് ഏതാണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഇത് ഏതാണ്? ഈ 64 ആൻഡ് 455 എന്ന് പറയുന്നത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ. കാരണം എന്താ? ക്യൂവിനെ ഡിനോമിനേറ്ററിനെ ഈ ഫോമിൽ എഴുതാൻ പറ്റിയില്ല.
അടുത്ത് നോക്കിക്കേ 15 ഡിവൈഡഡ് ബൈ 1600 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റർ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. എൻഡ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് പറ്റും 5 കൊണ്ടും പറ്റും. അപ്പൊ നോക്കിയേ 2 കൊണ്ട് നോക്കിക്കേ, അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 400 അല്ലേ. അഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 200, 2 കൊണ്ട് ചെയ്യുമ്പോൾ 100, 2 കൊണ്ട് ചെയ്യുമ്പോൾ 50, 2 കൊണ്ട് ചെയ്യുമ്പോൾ 25, 5 കൊണ്ട് ചെയ്യുമ്പോൾ 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? 1600 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ എങ്ങനെ കിട്ടി? 1 2 3 4 5 6, 2⁶ ഇൻറ്റു 5⁻². അതായത് Q എന്നത് ഈ ഡിനോമിനേറ്റർ P/Qന്റെ ഇതൊരു റാഷണൽ നമ്പർ അല്ലേ, P/Q ഫോമില്. അപ്പൊ അതിന്റെ Q ഡിനോമിനേറ്ററിനെ നമ്മൾ ഏത് രീതിയിൽ എഴുതി? 2⁻n ഇൻറ്റു 5⁻m എന്ന ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റി അല്ലെ. 2⁻n ഇൻറ്റു 5⁻m. വേറെ ഡിജിറ്റ് വല്ല ഇതിന്റെ കൂടെ വന്നോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റി. അതുകൊണ്ട് ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഈ ഒരു റാഷണൽ നമ്പർ എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അല്ലെ. നമുക്ക് ജസ്റ്റ് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. പക്ഷെ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടുന്നതിന്റെ പവർ തമ്മിൽ സെയിം ആണോ എന്ന് നോക്കണം. പവർ സെയിം ആണോ? അല്ല. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ 2നെ 6ലോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യണം? 5⁻4 മേളിലും താഴെയും മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നമുക്കിത് അങ്ങനെ കണ്ടുപിടിക്കാനില്ല, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനാണ് 29/343 അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഡിനോമിനേറ്റർ നോക്കിക്കേ, 343 അല്ലേ. 343 അത് നമുക്ക് നോക്കിക്കേ 7 എന്ന പ്രൈം നമ്പർ കൊണ്ട് പറ്റും. 7 കൊണ്ട് പറ്റുമ്പോൾ എത്ര? 4 പ്രാവശ്യം 28, 9. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. 7. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെ എങ്ങനെ എഴുതാം? 29 ഡിവൈഡഡ് ബൈ 7⁻3. നോക്കിക്കേ, ഈ ഡിനോമിനേറ്റർ Q എന്ന് പറയുന്നത് 2⁻n ഇൻറ്റു 5⁻m, അതായത് 2ന്റെയും 5ന്റെയും പെയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം 2⁻0 ഇൻറ്റു 5⁻0. അതായത് 2⁻0 എന്ന് പറയുന്നത് 1 ആണ്, 5⁻0 എന്ന് പറയുന്നത് 1 ആണ്. ഏതൊരു ഡിജിറ്റിന്റെയും പവർ 1 ആണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ പെയർ കൊണ്ടുവരാം. പക്ഷെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 7 വന്നിരിക്കുന്നു, വേറൊരു നമ്പർ വന്നിരിക്കുന്നു അല്ലെ. പക്ഷെ നമ്മുടെ തിയറം പറഞ്ഞ എന്താണ്? ഡിനോമിനേറ്റർ ഈ ഒരു ഫോമിൽ മാത്രം വരാവുള്ളൂ, അതിനൂടെ വേറെ ഡിജിറ്റ് വരരുത്. അപ്പൊ വേറെ ഡിജിറ്റ് വന്നുകൊണ്ട് ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് അല്ലേ. ഈ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം. നോക്കിക്കേ, 23/2⁻3 5⁻2. ഇത് അവിടെ തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ്? Q എന്ന് പറയുന്നത് 2⁻n 5⁻m, എക്സ്ട്രാ വേറെ ഡിജിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം Q എന്ന് പറയുന്നത് 2⁻n 5⁻m എന്ന ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഇതിന്റെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 129 ഡിവൈഡഡ് ബൈ 2⁻2 5⁻7 7⁻5. ഇത് കാണുമ്പോഴേ അറിയാം നമ്മുടെ ഡിനോമിനേറ്റർ Q എന്ന് പറയുന്നത് 2⁻n 5⁻m, അതായത് 2ഉം 5ഉം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കിക്കേ, 2⁻n 5⁻n ഇതുണ്ട് അല്ലെ, ഈ ഒരു ഫോം ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ എക്സ്ട്രാ വേറൊരു വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്. കാണുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 6/15. അപ്പൊ 15 നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് എഴുതും? 3 കൊണ്ടാകുമ്പോൾ 5 അല്ലേ, 5 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5. പക്ഷെ ഇവിടെ ചെറിയ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ തെറ്റിക്കും ഇത്. കാരണം 3ഉം 5ഉം ഇവിടെ വേണമെങ്കിൽ എന്താ? 6 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 5⁻1 ഇൻറ്റു ഈ Q എന്ന് പറയുന്ന
ഈ 2n 5m വരാൻ വേണ്ടി ഇവിടെ 2 മിസ്സിംഗ് ആണ്. അപ്പോൾ 2 എന്നുള്ള ഫോമിൽ 2 കൊടുത്താൽ അത് എക്സ്ട്രാ 3 വന്നിരിക്കുന്നത് കൊണ്ട് ഇത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് നിങ്ങൾ ചിലപ്പം തെറ്റിക്കുമായിരിക്കും. പക്ഷെ നമുക്ക് ഈ ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ അറിയാം. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തുകൂടെ? 3ഉം 6ഉം കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇവിടെ മേളിൽ 2 അല്ലെ, ന്യൂമിനേറ്റർ 2 കിട്ടും. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും അല്ലേ. ഇനി ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇതിനെ നമ്മൾ അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമിലൊക്കെ എഴുതി അല്ലേ, 2 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതി. നോക്കിക്കേ, ഇനി ഡിനോമിനേറ്റർ 5, പക്ഷെ അതിൻ്റെ കൂടെ 2 മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 മിസ്സിംഗ് ആയതുകൊണ്ട് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ. അപ്പോൾ 2ന്റെയും 5ന്റെയും പെയർ ആയിട്ട് എഴുതിയത് കണ്ടോ ഇതിനെ? അപ്പോൾ ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളത് നോൺ ടെർമിനേറ്റിംഗ് ആണെന്ന് എഴുതി തെറ്റിച്ചേനെ. പക്ഷെ നമുക്കിത് കാണുമ്പോഴേ അറിയാം ഇവിടെ ഇത് തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെയൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇതിൻ്റെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 35 ഡിവൈഡഡ് ബൈ 50 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് ചെയ്ത് നോക്കാം. 50യെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. 2 കൊണ്ടാകുമ്പോൾ 25, 5, 5, 1 അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? 35 ഡിവൈഡഡ് ബൈ 2⁻1 ഇൻറ്റു 5⁻2 അല്ലേ. 2ന്റെയും 5ന്റെയും പെയറായിട്ട് എഴുതി കൂടെ നമുക്ക്? അപ്പോൾ ഇതെന്താണ്? കാണുമ്പോഴേ അറിയാം ഇതെന്താണ്? ടെർമിനേറ്റിംഗ്. ഓക്കെ, ടെർമിനേറ്റിംഗ് ഡെസിമൽ വാല്യൂ ആണ്. ഇനി ഈ കേസ് നോക്കിക്കേ, 10ാമത്തെ ക്വസ്റ്റ്യൻ, 77 ഡിവൈഡഡ് ബൈ 210. നോക്കിക്കേ, 210 നമുക്ക് 210 നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1, 0, 5 എൻ ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5 കൊണ്ട് 2, 1. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7. ഓക്കെ, പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ. അപ്പോൾ 77 ഡിവൈഡഡ് ബൈ 210 നമുക്ക് ഈ പ്രൈമുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? അപ്പോൾ എന്താണ്? 2, 5, 3, 7. ഇവിടെ കൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം Q, അതായത് P/Q. ഈ റാഷണൽ നമ്പറിന്റെ Q ഡിനോമിനേറ്റർ എന്താണ്? 2n 5m എന്ന ഫോമിലുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വേറെ 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഈ 2n 5m എന്ന ഫോമിലേ വരാവുള്ളൂ, അതിലൂടെ വേറെ നമ്പേഴ്സ് കാണരുത്. പക്ഷെ ഈ 7 വേണമെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. 11 ഡിവൈഡഡ് ബൈ, എന്നാലും 7 പോയാലും ബാക്കി 3 ഇവിടെ ഉണ്ട് അല്ലേ. വേറെ ഒരു 2ഉം 5ഉം അല്ലാത്ത വേറൊരു നമ്പർ ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 10 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഏതാണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അതിൽ ഏതൊക്കെയാണ് നമുക്ക് ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടിയത്? ക്വസ്റ്റ്യൻ നമ്പർ 1ൽ ഒന്നാമത്തത് 1, 2, 4, 6, 8, 9. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്ക് എന്തായിട്ട് കിട്ടി? ടെർമിനേറ്റിംഗ് ആയിട്ട് കിട്ടി. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ എക്സ്പാൻഷൻ ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത് അല്ലേ. ഞാൻ അതൊന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെയൊക്കെ ഡിവൈഡ് ചെയ്യാതെ, ഡിവിഷൻ പ്രോസസ് ചെയ്യാതെ ഇതിൻ്റെ വാല്യൂസ് നമുക്കറിയണം. ഇത് 13 ഡിവൈഡഡ് ബൈ 3125 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കിക്കേ, എങ്ങനെ കണ്ടുപിടിക്കും? കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് എക്സസൈസ് 1.4 ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ചെയ്യുന്നതെന്ന്. എങ്ങനെയാ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു അല്ലേ. അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഫോമിലേക്ക് കൊണ്ടുവന്നു. P ഡിവൈഡഡ് ബൈ Q ആണെങ്കിൽ Q എന്ന് പറയുന്നത് 2n ഇൻറ്റു 5m എന്ന ഫോമിലേക്ക് ആക്കുവാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഞാൻ എൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? 13 ഡിവൈഡഡ് ബൈ ഈ 2n ഇൻറ്റു 5 ഇത് ആദ്യം എഴുതാം. 2⁻0 5⁵. ഓക്കെ, അപ്പോൾ Q എന്ന് പറയുന്നത് 2n
5m എന്ന ഫോമിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഈ 2ന്റെയും 5ന്റെയും പവർ സെയിം ആക്കണം അല്ലെ. അപ്പൊ ഇവിടെ 5ന്റെ പവർ എത്രയാണ്? 5 തന്നെ അല്ലെ. അപ്പോൾ ഈ 2ന്റെ പവറും ആ സെയിം ആക്കണം, ഈക്വൽ ആക്കണം. ഇതിന്റെ രണ്ടിനെയും പവർ ഈക്വൽ ആക്കണം. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ചേഞ്ച് വരുത്തുന്നോ അത് തന്നെ ന്യൂമിനേറ്ററിലും ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, 2ന്റെ പവർ 0 ആണ്, 5ന്റെ പവർ 5 ആണ്. അപ്പൊ 2ന്റെ പവർ 5 ആക്കുക. അപ്പൊ 2⁵ ഇൻറ്റു 5⁵. അപ്പൊ ഡിനോമിനേറ്റർ നമ്മൾ എന്താ ചെയ്തത്? 2�0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ ഇത് 1 ആയി പോവായിരുന്നു അല്ലെ. അപ്പോൾ ചേഞ്ച് ചെയ്ത സംഭവം മേളിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30. ഈ താഴെ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? 5 × 2 10, 10⁵ എന്ന് കിട്ടും അല്ലെ. നോമിനേറ്ററിലോ 2⁵ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32 അല്ലെ. അപ്പോൾ 32 ഇൻറ്റു 2⁵ എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 ഇൻറ്റു 13 അപ്പോൾ എത്ര കിട്ടും? 6 9 32 6 416 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ നോക്കിക്കേ, ഇത് അപ്പൊ നമ്മൾ ഈ 10⁵ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഡിജിറ്റ് വരും അല്ലെ. ഓക്കെ, അപ്പോ 1 lakh എന്ന് കിട്ടും അല്ലെ. അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇവിടെ 416 ഉള്ളൂ. 416. ഓക്കെ, 416. ഇവിടെ എത്ര ഡിജിറ്റ്, എത്ര 0 ഉണ്ട്? 1 2 3 4 5. 5 ഡിജിറ്റ് മാറി നമ്മൾ പോയിന്റ് ഇടണം. 1 2 3 വരെ ഉള്ളു. അപ്പോൾ 4 5 പോയിന്റ് ഇട്ടു. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. കണ്ടോ, നമ്മൾ ഡിവൈഡ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ആൻസർ കണ്ടെത്തിയത് കണ്ടോ. ആ തിയറം അപ്ലൈ ചെയ്താൽ മതി. തിയറം അപ്ലൈ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നു. ഈ ഫോമിൽ കൊണ്ടുവന്നപ്പോൾ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ താഴെ തന്നിരിക്കുന്ന ക്യൂവിന്റെ p/q എന്നുള്ള ഫോമിൽ ക്യൂവിന്റെ 2n × 5m ഫോമിൽ എഴുതിയെങ്കിലും അതിന്റെ പവർ സെയിം ആക്കണം. ആ പവർ സെയിം എന്താണോ ചേഞ്ച് വരുത്തുന്നത് അത് തന്നെ ന്യൂമിനേറ്ററിലും ചെയ്യണം. എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനോട് നോക്കാമല്ലോ. 17/2 × 3 ഇല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ 2 × 3 അല്ലെ, 2 × 3 അല്ലല്ലോ, 2⁻³ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് 2 നമ്മൾ മറ്റേ എന്ത് ചെയ്യുമായിരുന്നു? 5⁻0 എന്ന് കൊടുക്കുമായിരുന്നു അല്ലെ. 2ഉം 5ഉം പെയർ വേണ്ടേ? 2ന്റെയും 5ന്റെയും പെയർ ആയിട്ടല്ലേ ഇവിടെ വേണ്ടത്? ക്യൂ p/qല് ഡിനോമിനേറ്റർ ഈ 2ഉം 5ഉം പെയർ ആയിട്ട് വേണം. എന്നാലല്ലേ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആകത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കേ, 2ന്റെയും 5ന്റെയും പവർ സെയിം ആണോ? അല്ല, ഇവിടെ 3 ആണ്, ഇവിടെ 0 ആണ്. അപ്പൊ ഇവിടെ 3 കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, 5⁻3 വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ന്യൂമിനേറ്ററിലും 5⁻3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ 2 × 5 10, 10⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. ഓക്കെ, ഇനി ന്യൂമിനേറ്ററിൽ എന്ത് കിട്ടും? 5⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 ഇൻറ്റു 70. 125 5 2125 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? ഈ ന്യൂമിനേറ്ററിൽ കിട്ടിയത് നമ്മൾ അതുപോലെ എടുത്ത് എഴുതുക. ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ട്? 3 അല്ലേ. അപ്പോൾ 3 ഡിജിറ്റ് ലെഫ്റ്റിലോട്ട് മാറി പോയിന്റ് ചെയ്യുക. 1 2 3 3 0 അതുകൊണ്ട് 1 2 3 മാറ്റി ഇവിടെ. ഓക്കെ, ആൻസർ മനസ്സിലായല്ലോ അല്ലേ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനായിരുന്നു കിട്ടിയത്. ഞാൻ ഇതൊന്ന് മായ്ക്കുവാണേ. ഓക്കെ, ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 15 / 2�6× 5⁻2 എന്നായി അല്ലേ. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഡിനോമിനേറ്റർ ഇത് എന്താണ്? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. പക്ഷെ അതിന്റെ പവർ സെയിം ആണോ? ഇവിടെ 6ഉം ഇവിടെ 2ഉം ആണ് അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ നമുക്ക് കിട്ടും? 2⁴, അതായത് a⁻m × a⁻n.
എയുടെ സ്ഥാനത്ത് 5 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? a⁻m+n ആയിരിക്കും. അതായത് 2ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. ഇതിന്റെ നമ്പർ സെയിം പവർ ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 15/2⁶ × 5⁶ എന്ന് കിട്ടും അല്ലെ? പക്ഷെ നമുക്ക് ഇത്രയും നേരത്തെ ഉണ്ടായിരുന്നു 2⁶ഉം 5⁻². നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയതാണ് ഇത്. അപ്പോൾ 2⁶ 5⁻² നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോ എക്സ്ട്രാ ചെയ്തത് എന്താണ്? 5⁴ അല്ലേ എക്സ്ട്രാ ചെയ്തത്? അത് തന്നെ നമ്മൾ ന്യൂമിനേറ്ററിലും ചെയ്യണം. ഓക്കെ, ഇത് നേരത്തെ ഉള്ളതായിരുന്നു. ഇപ്പൊ ചില കുട്ടികൾ തെറ്റിക്കും. ഇവിടെ 5⁻6 ആണ് എക്സ്ട്രാ വന്നത്, അതുകൊണ്ട് 5⁻6 കൊണ്ട് മേളിൽ ചെയ്യും. അത് തെറ്റാണ്. നമുക്ക് 5⁻2 നേരത്തെ ഉണ്ടായിരുന്നു. എക്സ്ട്രാ ചെയ്തത് 5⁻4 മാത്രമാണ്. അതുകൊണ്ട് 5⁻4 നമ്മൾ മേളിൽ മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? അപ്പോൾ നോക്കിക്കേ, 5⁻4 മേളിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 15 × 5⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5⁻3 എന്ന് പറഞ്ഞാൽ 125 ആണ് അല്ലെ? ഇത് ഇത്രയും 125 ആണ്. അപ്പൊ 125 × 5 എത്രയാണ്? ഓക്കെ, 625 ആണ്. ഓക്കെ, അപ്പൊ 625 എന്ന് കിട്ടി അല്ലെ? 5⁻4 എന്നുള്ളത് 625 എന്ന് കിട്ടി. ഇനി നോക്കിയാൽ അതിൻ്റെ കൂടെ 15 മൾട്ടിപ്പിൾ ചെയ്യുന്നത് അല്ലേ? ഇവിടെ 625 കിട്ടും. അതിൻ്റെ കൂടെ 15 കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താ കിട്ടും? ഈ നമ്പർ കിട്ടും അല്ലേ? അപ്പോൾ നോക്കിക്കേ, 9375 ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ്? 5 × 2 10 10⁻6 എന്ന് പറയുമ്പോൾ 6 സീറോസ് അല്ലേ? അപ്പൊ ആൻസർ എത്ര കിട്ടും? നമ്മൾ ന്യൂമിനേറ്ററിലുള്ള 9375 അതുപോലെ എഴുതുക. ഡിനോമിനേറ്റർ എന്ത് വരും? 6 ഡിജിറ്റ് ലെഫ്റ്റിലോട്ട് മാറി പോയിന്റ് ചെയ്യണം. അപ്പൊ 1 2 3 4 5 6 പോയിന്റ് കൊടുത്തു. ഓക്കെ, ഇവിടാണ് നമ്മൾ പോയിന്റ് കൊടുത്തത്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു 0 കൂടെ കൊടുക്കാം. ആൻസർ കിട്ടിയത് കണ്ടോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനാ. ഇത് നോക്കിക്കേ, 23 ഡിവൈഡഡ് ബൈ 2⁻3 5⁻2. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2⁻3 ഉണ്ട്. 5⁻2 എന്താണ് ഇവിടെ ഉള്ളത്? 2 അല്ലേ? അപ്പോൾ ഇതിനൂടെ ഒരു 5⁻1 ചെയ്താൽ 2 + 1 3 ആകത്തില്ലേ? അപ്പൊ 5⁻1 ആണ് നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത്. മനസ്സിലായോ? 5⁻2 2⁻3 ഇതാണ് ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഈ 3 എന്നുള്ള ആക്കാൻ, അതായത് 2ന്റെ പവർ 3 ആണ്, ഇതിന്റെ പവർ 2 ആണ്. അപ്പൊ 3 ആക്കണ്ടേ? 3 ആക്കാൻ വേണ്ടി 5⁻1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോരെ? a⁻m × a⁻n എന്ന് പറയുമ്പോൾ a⁻m+n 2 + 1 ചെയ്യുമ്പോൾ 3 കിട്ടും. 5⁻3 കിട്ടും. അപ്പൊ വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഇത് ഇത്രയും കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ? എക്സ്ട്രാ ചെയ്തത് ഇവിടെ എന്താണ്? 5⁻1, അതായത് 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു അല്ലേ? അപ്പൊ അത് തന്നെ ന്യൂമിനേറ്ററിലും ചെയ്തു. അപ്പൊ നോക്കിക്കേ, ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് കിട്ടും? 5 × 2 10 10⁻3 എന്ന് പറയുമ്പോൾ 1000 എന്ന് കിട്ടി. ഇനി ന്യൂമിനേറ്ററിൽ എന്താണ്? 23നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 115 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 115. ന്യൂമിനേറ്റർ അതുപോലെ എഴുതുക. ഡിനോമിനേറ്ററിൽ എത്ര 0 ഉണ്ട്? 1 2 3 3 0 ഉണ്ട്. അപ്പൊ 3 0 ലെഫ്റ്റിലോട്ട് മാറി പോയിന്റ് ഇടുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ പോയിന്റിന് ഇപ്പുറത്ത് ഒന്നും ഇല്ലെങ്കിൽ അവിടെ 0 എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2/5. ഇവിടെ എന്താണ്? 2/5 എന്ന് പറയുമ്പോൾ 5ന്റെ വാല്യൂ എന്താണ്? 1 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ 2/5⁻1 ആണ്. അപ്പോൾ 2⁻1 കൊടുക്കാം. വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി 2⁻1. അപ്പോൾ എത്ര കിട്ടും? 2 × 2 4 4 ഡിവൈഡഡ് ബൈ 5 × 2 10, അതായത് 0.4 എന്ന് കിട്ടും ആൻസർ അല്ലേ? ഇനി ഇവിടെ നോക്കിക്കേ, 35/50 ആണ് അല്ലേ? അതെങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്? 35/2 × 5², അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 1ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ടെർമിനേറ്റ് ആയിട്ട് കിട്ടിയ വാല്യൂസ് ആണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. 1ാമത്തെ ക്വസ്റ്റ്യനിൽ
ടെർമിനേറ്റ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? 6ന് കിട്ടി, 8ന് കിട്ടി, അടുത്ത 9 ആണ് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതി. ഓക്കെ, 2 × 5 സ്ക്വയർ. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ 5 സ്ക്വയർ ഇവിടെ എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 35 ഈ സ്ക്വയർ ഇവിടെ 2 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2 കൂടെ ചെയ്യുന്നു അല്ലേ? 2 × 5 സ്ക്വയർ. അപ്പോൾ എന്താ ഇവിടെ? ഇത് ഇത്രയും നേരത്തെ ഉള്ളതാണ്. എക്സ്ട്രാ ചെയ്തതാണ് × 2 ചെയ്തു അല്ലേ? അപ്പോൾ നോക്കിക്കേ, മേളിൽ എന്ത് കിട്ടും? 70 ÷ 2 സ്ക്വയർ × 5 സ്ക്വയർ. ഡിനോമിനേറ്ററിന്റെ പവർ സെയിം ആയില്ലേ? അപ്പോൾ 70 ÷ 2 × 5 10. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. അപ്പോൾ നോക്കിക്കേ, മേളത്തെ സംഖ്യ അതുപോലെ എഴുതി, താഴെ 2 0 ഉണ്ട് അല്ലേ? അപ്പോൾ 2 സ്ഥാനം മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ എന്താണ്? 0.7. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സസൈസ് 1.4 ഇൻട്രൊഡക്ഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അല്ലേ? അപ്പോൾ ഒരു റാഷണൽ നമ്പർ അല്ലേ, p/q എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പർ തന്നിട്ട് അത് ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? q എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ 2n 5m എന്ന ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഇങ്ങനെ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ് എന്ന് എഴുതാം അല്ലേ? ഇപ്പൊ നമുക്ക് ഒരു q എന്ന് പറയുന്ന ഒരു വാല്യൂ 2⁻³ മാത്രമേ കിട്ടത്തുള്ളെങ്കിൽ നമുക്ക് ഈ 2ന്റെ 5ന്റെ പെയറായിട്ട് വേണം എഴുതാൻ. അപ്പൊ 5 മിസ്സിംഗ് ആണെങ്കിൽ 5⁻0 എന്ന് കൊടുക്കാം. 5⁻0 എന്ന് പറഞ്ഞാൽ 1 ഇല്ലേ? ഏതൊരു ഡിജിറ്റിന്റെയും പവർ 0 വന്ന 1 ആണ് ആൻസർ എന്ന് എഴുതാം. പക്ഷേ ഇങ്ങനെ നമ്മൾ എഴുതിയതിന് ശേഷം അല്ലേ, ഇപ്പൊ നമുക്ക് 2⁻³ × 5⁻0 നമുക്ക് അങ്ങനെ ഒരു ആൻസർ കിട്ടി. നമ്മൾ പറയുക ഈ റാഷണൽ നമ്പർ എന്താണ്? ഇത് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെന്ന് നമ്മൾ എഴുതി. പക്ഷെ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുക അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, ഡിവൈഡ് ചെയ്യാതെ, ഇതിന്റെ ഡിവൈഡ് ചെയ്യാതെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് q എന്ന് പറയുന്ന ഫോം അല്ലേ, p/q അല്ലേ? qന്റെ ഈ 2ന്റെയും 5ന്റെയും പവർ സെയിം ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 3 അല്ലേ? അപ്പോൾ ഇവിടെയും 3 കൊണ്ടുവരാൻ വേണ്ടി 5⁻³ എന്ന് എഴുതി. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ നോമിനേറ്ററിൽ ചെയ്യണം. അപ്പോൾ × 5⁻³ എഴുതി. അപ്പോൾ 2 × 5 എത്ര? 10⁻³ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇവിടെ കുറച്ച് ഡെസിമൽ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് കുറച്ച് റിയൽ നമ്പേഴ്സ്. ദ ഫോളോവിങ് റിയൽ നമ്പേഴ്സ് ഹാവ് ഡെസിമൽ എക്സ്പാൻഷൻ ആസ് ഗിവൺ ബിലോ അല്ലേ? ഡെസിമൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. ഇത് 3 തന്നിട്ടുണ്ട്. അതിൽ ഈ 3 ഏതൊക്കെയാണ്? ഇപ്പൊ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ ഡെസിമൽ വാല്യൂ വരുമ്പോൾ അത് 3 ഇല്ലേ? ഏതൊക്കെയാണ്? ടെർമിനേറ്റിംഗ് ഉണ്ട്, രണ്ടാമത് ടെർമിനേറ്റിംഗ് അല്ലേ? റിയൽ നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു 3 ഡിവൈഡ് ചെയ്യാം. ഇവിടെ ടെർമിനേറ്റിംഗ് വരാം അല്ലേ? വാല്യൂ എൻഡ് ചെയ്യുന്നത്. അടുത്തത് നോൺ ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണ്. അടുത്തത് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് അല്ലേ? റിപ്പീറ്റിംഗ് അങ്ങനെ വരും. അപ്പൊ റിയൽ നമ്പേഴ്സ് 3 കേസ് വരും. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചിരിക്കുകയാണ്, ഡിസൈഡ് വെദർ ദേ ആർ റാഷണൽ ഓർ നോട്ട്. ഇത് റാഷണൽ നമ്പേഴ്സ് ആണോ അതോ അല്ലയോ എന്ന്. അപ്പോൾ ഇതിൽ റാഷണൽ ആയിട്ട് വരുന്ന ഏതായിരുന്നു? ടെർമിനേറ്റിംഗ് റാഷണൽ വരും, നോൺ ടെർമിനേറ്റിംഗും റിപ്പീറ്റിംഗും റാഷണൽ ആയിട്ട് വരും. ഓക്കെ അല്ലേ? റാഷണൽ ആയിട്ട് വരും. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്തായിരുന്നു? ഇറാഷണൽ നമ്പർ ആണ് അല്ലേ? ഇറാഷണൽ നമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് റാഷണൽ നമ്പേഴ്സ് എന്ന്. അപ്പോൾ നോക്കിക്കേ, എപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? പോയിന്റിന് ശേഷം 1 2 3 4 5 6 7 8 9 കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. ഇതിന് എക്സെട്ര എന്ന് ഇട്ടിട്ടുണ്ടോ? ഇല്ല, തുടരുന്നില്ല അല്ലേ? അപ്പോൾ ഇത് എൻഡ് ചെയ്തു. പക്ഷെ പോയിന്റിന് ശേഷം കുറേ നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് എൻഡ് ചെയ്തത്. പക്ഷെ 9 ടേംസ് കഴിഞ്ഞായാലും അത് എൻഡ് ചെയ്തു അല്ലേ? അപ്പോൾ അതെന്താണ്? ടെർമിനേറ്റിംഗ്. ഇതെന്താണ്? ടെർമിനേറ്റിംഗ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞ് 1 2 0 1 2 0 0 1 2 0 0 0 and ഇവിടെ ഇങ്ങനെ എക്സെട്ര അല്ലേ? അത് ടെർമിനേറ്റ് ചെയ്യുന്നതേ ഇല്ല അല്ലേ? അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ?
ഇത് ടെർമിനേറ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്. അപ്പൊ ഇതോ വരാം. പക്ഷെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ 1 2 0, ഇവിടെ 1 2 0 0, ഇവിടെ 1 2 0 0 0, ഇവിടെ 1 2 അല്ലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗുമാണ് നോൺ റിപ്പീറ്റിംഗുമാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആണ് അല്ലേ? ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് റാഷണൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ റാഷണൽ നമ്പർ ആണ് അല്ലേ? ടെർമിനേറ്റിംഗ് ആണ്. ഇനി ഇത് നോക്കിക്കേ, ഇവിടെ 43.1 2 3 4 5 6 7 8 9 റിപ്പീറ്റ് ചെയ്യുന്നു. ബാറിന്റെ അർത്ഥം എന്താണ്? ഒരു 2.35 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2.35 35 35 എക്സെട്ര. അതായത് 35 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു വരുന്നു. ഈ ബാറിന്റെ അർത്ഥം അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ? ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ ഇതെന്താണ്? റാഷണൽ നമ്പർ ആണ് അല്ലേ? ഇത് രണ്ടും റാഷണൽ നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആണ് എന്ത്? ഇറാഷണൽ നമ്പർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നോൺ ടെർമിനേറ്റും ചെയ്യുന്നില്ല, റിപ്പീറ്റും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇറാഷണൽ. പക്ഷെ ഇവിടെ ടെർമിനേറ്റ് ചെയ്യുന്നു അല്ലേ? ടെർമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ടെർമിനേറ്റിംഗ് ആണ്, റാഷണൽ ആണ്. ഈ ക്വസ്റ്റ്യന് ടെർമിനേറ്റ് ചെയ്യുന്നില്ല അല്ലേ? ടെർമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലേതോ വരാം, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഈ 9 വരെ. ഇനി എന്ത് വരും? 1 2 3 4 5 6 7 8 9, പിന്നെയും 1 2 3 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ റിപ്പീറ്റിംഗ് ആണ്. അപ്പൊ അതും റാഷണൽ ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ആൻഡ് വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ? ഇനി അത് റാഷണൽ നമ്പർ ആണ്. ഏതൊക്കെയാണ് റാഷണൽ നമ്പർ കിട്ടിയത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും. അതിന്റെ റാഷണൽ നമ്പറിനെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? P ഡിവൈഡഡ് ബൈ Q എന്നുള്ള ഫോമിൽ എഴുതാം അല്ലേ? ഇത് രണ്ടും റാഷണൽ നമ്പറാണ്. P ഡിവൈഡഡ് ബൈ Q എന്നുള്ള ഫോമിൽ എഴുതി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യൂവിന്റെ, അതായത് ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെ എഴുതാമെന്ന് എങ്ങനെ എഴുതാം? ഇത് ടെർമിനേറ്റിംഗ് ആണ് അല്ലെ? ഇതോ ഈ റാഷണൽ നമ്പർ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണ് അല്ലെ? റിപ്പീറ്റിംഗ് ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ ക്യൂ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? ടെർമിനേറ്റ് ചെയ്യുന്ന, നമ്മൾ തിയറം പറഞ്ഞായിരുന്നു അല്ലെ? തിയറം എന്താണ് പറഞ്ഞത്? ഒരു റാഷണൽ നമ്പർ രണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ടെർമിനേറ്റിംഗും ഉണ്ട്, അടുത്ത് എന്താണ്? നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ് ആണ്. ടെർമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ക്യൂ വാല്യൂ 2n 5m എന്ന ഫോമിൽ എഴുതാം. വേർ n ആൻഡ് m ആർ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്യൂ എങ്ങനെ എഴുതാം? 2n 5m ഫോമിൽ എഴുതാം. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണെങ്കിലോ? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അല്ലേ? നോൺ ടെർമിനേറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂ, ഈ ഡിനോമിനേറ്റർ ക്യൂ നമുക്ക് 2n 5m ഫോമിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ. ഓക്കെ.